അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് രാവിലെ മുതൽ പിള്ളേരെ പഠിപ്പിക്കലായിരുന്നു. രണ്ടുപേർക്കും എക്സാം ഉണ്ട്. ഇനിയിപ്പം അടുപ്പിച്ച് ഫ്രൈഡേ വരെ എക്സാമാണ്. അപ്പോൾ പിന്നെ അടുക്കളയിലോട്ട് കയറിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചോറ് ഞാൻ രാവിലെ വെച്ചു. അപ്പോൾ കറികളായിട്ട് ഇന്നലത്തെ ചെമ്മീൻ്റെ കറികളൊക്കെ ഇരിപ്പുണ്ട്. അപ്പം നല്ല പച്ച ചീര കിട്ടി. അപ്പോൾ തോരൻ വയ്ക്കാം. പിന്നെ ബാക്കിയുള്ള കറികളൊക്കെ വെച്ചിട്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഞാൻ ഒറ്റയ്ക്കാണ്, അയാനെ ശല്യപ്പെടുത്തുന്നില്ല, കാരണം അയാൻ എക്സാമാണ്. അപ്പോൾ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ തന്നെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ എല്ലായിടവും തേങ്ങയുടെ ഇത് എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ചക്കക്കുരുവും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. പക്ഷേ ഞാൻ ചക്കക്കുരു ഇന്നലെ ഞാൻ ചാറുകറിക്ക് ഉണ്ടായിരുന്നത് ഫുൾ അങ്ങ് എടുത്തുപോയി. ചക്കക്കുരു എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ചീര മാത്രം തോരൻ വെക്കുന്നത് ഒരു മടുപ്പല്ലേ. അപ്പം ഞാൻ ഓർത്തു അതിനകത്തോട്ട് ഞാനൊരു സാധനം ചേർക്കാൻ പോവാണ്. ചീര ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നടുഭാഗത്തോട്ട് ഇങ്ങനെ ചീര അപ്പുറം ഇപ്പുറം സൈഡിലോട്ട് മാറ്റിയിട്ട് മുട്ടയും ഉപ്പും കൂടെ ബീറ്റ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞില്ലേ, അത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതാ നല്ല മുട്ടയൊക്കെ ചിക്കി വരുന്ന പോലെ നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. ചീരയും മുട്ടയും കൂടെ ഉള്ള തോരൻ്റെ റെസിപ്പി ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കയറി കാണുക. അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.